നമസ്കാരം. പ്രാദേശിക വാർത്തകൾ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മാർവൽ ഏജൻസീസ് തൃശൂർ റോഡ് ഇരിങ്ങാലക്കുട. ഇരിങ്ങാലക്കുടയിലെ സമ്പൂർണ്ണ ഡിജിറ്റൽ ഹബ് മൊമെന്റ് സൂപ്പർ ഷോപ്പിംഗ് ഡാന ഇരിങ്ങാലക്കുട. പുല്ലൂർ സേക്രഡ് ഹാർട്ട് മിഷൻ ഹോസ്പിറ്റലിലെ ഡയമണ്ട് ജൂബിലി ആഘോഷം അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ MLA ഉദ്ഘാടനം ചെയ്തു. സമരിറ്റൻ സിസ്റ്റേഴ്സ് സ്നേഹോദയ പ്രൊവിൻഷ്യൽ സുപ്പീരിയറും ഹോസ്പിറ്റൽ ഡയറക്ടറുമായ സിസ്റ്റർ ഡോക്ടർ റീറ്റ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മുരിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സരള വിക്രമൻ, രൂപത ഫിനാൻസ് ഓഫീസർ ഫാദർ ലിജോ കോങ്കോത്ത്, അഡ്മിനിസ്ട്രേറ്റർ സിസ്റ്റർ ഫ്ലോറി എന്നിവർ ആശംസകൾ നേർന്നു. ഹോസ്പിറ്റൽ മാനേജർ ഓപ്പറേഷൻസ് ആൻജോ ജോസ് സ്വാഗതവും സിസ്റ്റർ ഫ്ലവർലൈറ്റ് നന്ദിയും പറഞ്ഞു. നിരവധിയായ കനൽ വഴികളിലൂടെ നടന്നാണ് 1967 ഓഗസ്റ്റ് മാസം 24-ാം തീയതി ആരംഭിച്ച ഈ ആതുര ശുശ്രൂഷ കേന്ദ്രം ഇപ്പോൾ ഈ നിലയിലേക്ക് എത്തിയിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ചെറിയ രീതിയിൽ തുടങ്ങി ഈ കഴിഞ്ഞ 60 വർഷ കാലഘട്ടത്തിൽ പ്രവർത്തനം കൊണ്ട് ഇവിടെ ഇല്ലാത്ത ഡിപ്പാർട്ട്മെൻറ്റുകളില്ല, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും ഉള്ള ഒരു ഹോസ്പിറ്റലായി മാറാൻ കഴിയും. ശരിക്കും ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായി ഇതിൻ്റെ എല്ലാ തരത്തിലും ഉള്ള മാറ്റം ഞങ്ങൾ നാട്ടുകാർ വളരെ സന്തോഷപൂർവ്വമാണ് കാണുന്നത്. എന്നാൽ ഇപ്പോൾ കുറച്ച് നാളായി ഞാൻ ശ്രദ്ധിക്കാറുണ്ട്, ഈ വഴി പോകും ശരിക്കും രൂപത്തിലും ഭാവത്തിലും ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി കിട്ടും മട്ടും നമ്മുടെ ഈ ആതുര ശുശ്രൂഷ കേന്ദ്രം ഈ ഹോസ്പിറ്റലിൽ കൈവരിച്ചിരിക്കുന്നു എന്ന് കൂടി ഞാൻ പറയട്ടെ. ഇവിടെ 43 ഡോക്ടേഴ്സ്, അതോടൊപ്പം തന്നെ മറ്റ് പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ് ഉൾപ്പെടെ നഴ്സിംഗ് മേഖലയിൽ ജോലി ചെയ്യുന്ന സഹോദരിമാർ, മറ്റു മേഖലയിൽ ജോലി ചെയ്യുന്ന സഹോദരിമാർ, പിന്നെ ഞാൻ നോക്കിയപ്പോൾ നമ്മുടെ 2 നഴ്സിംഗ് കോളേജുമായിട്ട് പഠിക്കുന്ന വിദ്യാർത്ഥികൾ എല്ലാവരും കൂടി നോക്കുമ്പോൾ അതായത് 500-600 പേരുടെ ഒരു കുടുംബമാണ് നമ്മുടെ ഈ ആതുര ശുശ്രൂഷ കേന്ദ്രം എന്ന് പറയട്ടെ. ലെജൻഡ്സ് ഓഫ് ഇരിങ്ങാലക്കുടയുടെ ആഭിമുഖ്യത്തിൽ ഇരിങ്ങാലക്കുടയിൽ തിരുവോണ പിറ്റേന്ന് 8ാമത് പുലിക്കളി ആഘോഷം സംഘടിപ്പിക്കുമെന്ന് സംഘാടക സമിതി ജനറൽ കൺവീനർ ഷാജൻ ചക്കാലയ്ക്കൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ആഗസ്റ്റ് 27-ന് വ്യാഴാഴ്ച ഉച്ചതിരിഞ്ഞ് 2:30 മണിക്ക് മുനിസിപ്പൽ ടൗൺ ഹാൾ പരിസരത്തു നിന്നും ആരംഭിക്കുന്ന പുലിക്കളി ഘോഷയാത്ര അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ MLA, മുനിസിപ്പൽ ചെയർമാൻ MP ജാക്സൺ, എയ്മർ ഹോസ്പിറ്റൽ മാനേജിംഗ് ഡയറക്ടർ അബിദ് അക്ബർ, ജൂനിയർ ഇന്നസെന്റ് എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്യും. 250-ൽ പരം കലാകാരന്മാർ അണിനിരക്കുന്ന പുലിക്കളി ഘോഷയാത്ര വൈകിട്ട് 6:30-ന് മുനിസിപ്പൽ മൈതാനിയിൽ സമാപിക്കും. തുടർന്ന് ചേരുന്ന സമാപന സമ്മേളനം സംസ്ഥാന യുവജനക്ഷേമ കായിക വകുപ്പ് മന്ത്രി OJ ജനീഷ് ഉദ്ഘാടനം ചെയ്യും. ലെജൻഡ്സ് ഓഫ് ഇരിങ്ങാലക്കുട പ്രസിഡന്റ് ലിയോ താണിശ്ശേരിക്കാരൻ, സെക്രട്ടറി ലൈജു വർഗീസ്, കൺവീനർ സൈഗൺ തയ്യിൽ, ഭാരവാഹികളായ ബിബിൻ രവി, മയൂഫ് KH, സെന്റിൽ MV, ഷിബിൻ MS, നിതീഷ് കാട്ടിൽ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നു. ലെജൻഡ്സ് ഓഫ് ഇരിങ്ങാലക്കുടയുടെ ആഭിമുഖ്യത്തിൽ 8ാമത് പുലിക്കളി ആഘോഷമാണ് ഓഗസ്റ്റ് 27 തിരുവോണത്തിൻ്റെ പിറ്റേ ദിവസം വ്യാഴാഴ്ച സംഘടിപ്പിക്കുന്നത്. ഉച്ചതിരിഞ്ഞ് 2:30-ന് ടൗൺ ഹാൾ പരിസരത്ത് വെച്ച് ഇരിങ്ങാലക്കുട MLA അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ, നഗരസഭാ ചെയർമാൻ MP ജാക്സൺ, എയ്മർ ഹോസ്പിറ്റൽ മാനേജിംഗ് ഡയറക്ടർ അബിദ് അക്ബർ, ജൂനിയർ ഇന്നസെന്റ് എന്നിവർ ചേർന്നാണ് ഫ്ലാഗ് ഓഫ് നടത്തുക. തുടർന്ന് ബസ് സ്റ്റാൻഡ് വഴി മെയിൻ റോഡിലൂടെ ഡാണാവിലെത്തി ഡാണ കോളനി വഴി നഗരസഭാ മൈതാനത്ത് 6:30 എത്തുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പുലിമേളം, ശിങ്കാരിമേളം, തമ്പോലം, വീരനാട്യം,
ഒലക്ക ഡാൻസ്, മറ്റ് കലാരൂപങ്ങൾ അടങ്ങുന്ന 250ഓളം കലാകാരന്മാരാണ് ഈ ഘോഷയാത്രയിൽ പങ്കെടുക്കുക. ഘോഷയാത്ര വൈകിട്ട് 6:30 നഗരസഭ. ഒരു തിരുവോണം കൂടി മലയാളികളുടെ മുന്നിലെത്തുന്നു. പഞ്ഞക്കർക്കിടകത്തിൻ്റെ ദുർമുഖത്ത് മലയാളി മനസ്സ് തോറ്റി ഉണർത്തിയ പ്രതീക്ഷയുടെ സൂര്യവെളിച്ചമാണ് തിരുവോണം. പഴമക്കാർക്ക് ഓർമ്മകളുടെ ചെല്ലം തുറക്കാനൊരു പുണ്യദിനം. ഓണത്തിനെന്ത് പ്രസക്തിയെന്ന് ചോദിക്കുമ്പോഴും ഓണത്തിനു വേണ്ടി കാത്തിരിക്കുന്നവരാണ് മലയാളി. നൂറ്റാണ്ടുകൾക്കുള്ളിൽ അല്ലെങ്കിൽ ദശകങ്ങൾക്കുള്ളിൽ എത്രയോ ആചാരങ്ങളെയും ഉത്സവങ്ങളെയും സന്തോഷങ്ങളെയും വഴിയിൽ വിട്ട് പോന്നവരാണ് കേരളീയരെങ്കിലും ഓണത്തെ അവർക്ക് ഉപേക്ഷിക്കാനാകില്ല. ദുഃഖങ്ങളുടെയും ദുരിതങ്ങളുടെയും ദിവസങ്ങൾക്കിടയിൽ നിന്നും മലയാളി വേർപ്പെടുത്തിയെടുക്കുന്ന സന്തോഷ ദിനമാണ് ഓണം. ഇന്നിലേക്കോ നാളെയിലേക്കോ നോക്കിയാൽ സന്തോഷിക്കാൻ ഒന്നുമില്ലായിരിക്കാം. അതിനാൽ വിദൂരമായ ഭൂതകാലത്തേക്ക്, യഥാർത്ഥമായ ഭൂതകാലത്തേക്ക് നോക്കി അവൻ സന്തോഷം കൊള്ളുന്നു. ആഗോള ഗ്രാമത്തിലെ വിശ്വമാനവനായ പുതിയ മലയാളിക്ക് തെരുവിൻ്റെ ഉത്സവമാണ് തിരുവോണം. ഓണത്തെ വരവേൽക്കാനുള്ള ഉത്രാടപ്പാച്ചിലായിരുന്നു ചൊവ്വാഴ്ച നഗരം. ഓണവിപണിയിലെ പച്ചക്കറിക്കും തൃക്കാക്കരപ്പനും തുമ്പപ്പൂവിനും ആവശ്യക്കാരേറെയായിരുന്നു. വസ്ത്രവിപണിയും ഗൃഹോപകരണ വിപണിയും സജീവമായിരുന്നു നഗരത്തിൽ. സമഗ്ര ശിക്ഷ കേരള ഇരിങ്ങാലക്കുട BRCയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഓണാഘോഷ പരിപാടികൾ അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ MLA ഉദ്ഘാടനം ചെയ്തു. ഇരിങ്ങാലക്കുട ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ MS രാജീവ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പ്രവീൺ ഞാറ്റുവെട്ടി, മിനി ജോസ് ചാക്കോള, റോണി പോൾ മാവേലി, നഗരസഭ പ്രതിപക്ഷ നേതാവ് PV ശിവകുമാർ, ഡയറ്റ് ഫാക്കൽറ്റി സനോജ്, ബൈജു ആന്റണി, സുഷ KS, അസീന PB, KR സത്യപാലൻ, സുനിൽകുമാർ എന്നിവർ ആശംസകൾ നേർന്നു. സംഗീത PS സ്വാഗതവും R സുജാത നന്ദിയും പറഞ്ഞു. നമ്മുടെ പ്രിയപ്പെട്ട ആളുകളൊക്കെ ചിന്തിക്കുകയും അതോടൊപ്പം തന്നെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന അടിസ്ഥാനത്തിലാണ് ഇന്നിവിടെ നല്ല നിലയിൽ നമ്മുടെ മക്കളോടൊന്നിച്ച് നമുക്ക് ഒരു ഓണാഘോഷം സംഘടിപ്പിക്കുവാനും ഓണസദ്യ കഴിക്കാനും കലാപരിപാടികൾ നടത്താനുള്ള അവസരം അവർ കൊടുക്കാനും അത് ആസ്വദിക്കാനും മക്കളൊരു അവസരം ഉണ്ടായത്. ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച എല്ലാവരെയും ഞാൻ കൃത്യമായിട്ട് അഭിനന്ദിക്കുകയാണ്. നമുക്കറിയാം, ഓണം ലോകവ്യാപകമായിട്ട് ഇപ്പോൾ ഉണ്ട്. മലയാളികൾ എവിടെയുണ്ടോ അവിടെ ഓണമുണ്ട്. നമ്മുടെ എല്ലാ വിദേശ രാജ്യങ്ങളിലും ഇപ്പോൾ മലയാളികളുണ്ട്. അവിടെയൊക്കെ ഓണത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം മുക്കിലും മൂലയിലും ഓണാഘോഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ്. ഓണത്തിൻ്റെ ആവേശം, ഓണത്തെക്കുറിച്ചുള്ള ചിന്ത നമുക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ളതാണ്. കാരണം അത് നന്മയുടേതാണ്. അതൊരു സത്യത്തിൻ്റെയും നീതിയുടെയും സമത്വത്തിൻ്റെയും ഒക്കെ നല്ല ചിന്തകളെ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുത്തരുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഓണാഘോഷം ഇവിടെയും വേണം. എല്ലാവരും നല്ല പുതുവസ്ത്രങ്ങളൊക്കെ അണിഞ്ഞിട്ട് ആണ് പലരും വന്നിട്ടുള്ളത്. നല്ല നിലയിൽ ഓണസദ്യ ഒരുക്കിയിട്ടുണ്ട്. വലിയ സന്തോഷകരമായ കാര്യമാണ്. അപ്പോൾ ഞാൻ ഈ ഓണത്തിന് എല്ലാ ആശംസകളും തരുന്നു. ഇരിങ്ങാലക്കുട KLF നിർമ്മൽ ഇൻഡസ്ട്രീസ് പ്രൈവറ്റ് ലിമിറ്റഡിൽ സംഘടിപ്പിച്ച ഓണാഘോഷ പരിപാടികൾ മാനേജ്മെന്റ് പ്രതിനിധികളായ ജോൺ ഫ്രാൻസിസ്, പോൾ ഫ്രാൻസിസ് എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. ഓണപ്പൂക്കളം, വിവിധ കലാപരിപാടികൾ, ഓണസദ്യ എന്നിവ നടന്നു. കൾച്ചറാണ് ഫ്രണ്ടിലേക്ക് വരുന്നത്. ഫോർ എക്സാമ്പിൾ ഇവിടെ മലയാളി കൾച്ചറാണ്. ചിലപ്പോൾ അത് കാരണം അക്രോസ് റിലിജൻ, ഹിന്ദു, ക്രിസ്ത്യൻ, ഈവൻ മുസ്ലിംസ് അവരൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു. വളരെ റെയർ ഒരു ഒക്കേഷനാണ് നമ്മൾക്ക് നിലനിർത്താൻ. ഇപ്പോഴത്തെ കണ്ടീഷൻസ് നോക്കിക്കഴിഞ്ഞാൽ ആമോദത്തോടെ വസിക്കും കാലം ആപത്തെങ്ങാർക്കുമൊട്ടില്ല താനും മാവേലി നാടു വാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തെങ്ങാർക്കുമൊട്ടില്ല
ഇല്ല താനും. പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി. പൂവിളി പൂവിളി പൊന്നോണമായി. ഇരിങ്ങാലക്കുട വിക്ടറി എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഓണാഘോഷ പരിപാടികൾ വിക്ടറി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് മാനേജിംഗ് ഡയറക്ടർ പ്രശാന്ത് മേനോൻ ഉദ്ഘാടനം ചെയ്തു. പ്ലേസ്മെന്റ് ഓഫീസർ ബിബിൻ ജോണി, കൺവീനർ സിമി ജോഫി എന്നിവർ ആശംസകൾ നേർന്നു. ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് ജോബി ഡേവിസ് ടി സ്വാഗതവും ജനറൽ കൺവീനർ പ്രവീൺ കുമാർ നന്ദിയും പറഞ്ഞു. പല രീതികളിൽ നമുക്ക് പരിപാടികൾ നടത്താം. അത് വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയിൽ തോന്നേണ്ട, ചിന്തിക്കേണ്ട വിഷയങ്ങൾ തന്നെയാണ്. അപ്പൊ അങ്ങനെ വ്യത്യസ്ത രീതിയിൽ തന്നെയാണ് ഇന്നത്തെ ഈ ഓണാഘോഷം വിക്ടറി ITI ഇരിഞ്ഞാലക്കുടയിൽ നടപ്പിലാക്കപ്പെടുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കങ്ങളില്ല. അതിന്റെ കൂടെ എനിക്കൊരു കാര്യം കൂടിയാണ് പറയാനുള്ളത്. ഉദ്ഘാടനത്തിന് മുമ്പ് നമ്മുടെ ഈ ഓണത്തിന് നമ്മൾ വർണ്ണശബളമായ പൂക്കളം ഇട്ടുന്നു, രസകരമായ മത്സരങ്ങളിൽ പങ്കെടുക്കുന്നു, വിഭവസമൃദ്ധമായ സദ്യ കഴിക്കുന്നു. അപ്പോ നമ്മുടെ ഇടയിൽ നമ്മളിൽ നിന്ന് മാറി നിൽക്കുന്ന കുറച്ചു പേരെങ്കിലും ഉണ്ടാവും ഈ ഓണത്തിന് ഒരു നല്ല സദ്യയോ അല്ലെങ്കിൽ മറ്റൊരു വസ്ത്രമോ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ടാവും. നിങ്ങളുടെ ഓരോരുത്തരുടെ മനസ്സിലും അങ്ങനെ ഒരാളെ കണ്ടെത്തി ആ ഒരാൾക്കെങ്കിലും ഒരു സദ്യ കൊടുക്കാനും കൂടി നിങ്ങളുടെ ഓണാഘോഷത്തിന്റെ ഭാഗമായി മാറ്റണം എന്ന് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് ഔപചാരികമായി പുല്ലൂർ ഊരകം കൊച്ചുകുളം സുധാകരൻ അന്തരിച്ചു. 78 വയസ്സായിരുന്നു. സംസ്കാരം നടന്നു. ഷീല ഭാര്യയും സുഷിൻ, ശ്രുതി എന്നിവർ മക്കളുമാണ്. സ്മൃതി, സജി എന്നിവർ മരുമക്കളാണ്. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. ഏവർക്കും സിറ്റി ന്യൂസിൻ്റെ ഓണാശംസകൾ.